അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി പോളയാണ് ഉണ്ടാക്കുന്നത്. അതും വെറും ഒരു ഓറഞ്ച് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് പോള. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഓറഞ്ച് വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ഈ ഒരു ഓറഞ്ച് ഇട്ട് കൊടുക്കുക. ഓറഞ്ച് മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിന് 5 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ടുണ്ടായിന്. ഇനി ഇത് തുറന്നിട്ട് ഓറഞ്ച് പുറത്തെടുക്കാം. ഇനി ഇത് ഓറഞ്ച് എടുത്ത് വെച്ചിട്ട് തണിയാൻ വെക്കാം. ഓറഞ്ച് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കുരു തീരെ ഇതിലേക്ക് ഉണ്ടാകും. കുരു കംപ്ലീറ്റ് എടുത്ത് കളയണം. ഒരു കുരു പോലും കഴിഞ്ഞാൽ കയ്പടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊലിയുണ്ട് ഇതിൽ കയ്പൊന്നും അടിക്കില്ല. ഇതിൽ കുരുവായാലാണ് കയ്പടിക്കുക. നമ്മൾ നോക്കിയെടുക്കുക. ഇതിൽ ഇങ്ങനെ ഇവിടെ നാരങ്ങൻ്റെ കുരു ഉണ്ടോ എന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഞാൻ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂണ് മൈദ, 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, 6 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അപ്പക്കാരം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഞാൻ ഇവിടെ 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗീ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചുവന്ന് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പിന്നെ ഓറഞ്ച് പോളിൻ്റെ മേലിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മാറ്റി വെക്കാം. ഓറഞ്ചും മൈദയും മുട്ടയും ഒക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പഴയ ഓട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് പകുതി വേവായിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതായോ നോക്കാം. അപ്പോൾ ആയോ നോക്കാൻ വേണ്ടി ഞാനൊരു എടുത്ത് കുത്തി നോക്കുന്നുണ്ട്. നമ്മൾ ടൂത്ത്പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ കുത്തി നോക്കുക. ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് നമുക്കിത് ഇതിലേക്ക് അടിമാറ്റാം. ഇനി ഇതുപോലത്തെ ഒരു ഫ്രൈ പാനിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം കുറച്ച് ചെറുങ്ങനൊന്ന് ചുവന്ന് ഇതുപോലത്തെ നല്ലൊരു കളർ കിട്ടാൻ മാത്രം ചെറിയ തീയിൽ ഒരു മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ പ്ലേറ്റ് വെച്ചിട്ട് അടിമറിച്ചെടുക്കാം. നമ്മൾ നല്ല പെർഫെക്റ്റ് ഓറഞ്ച് പോള റെഡി ആയതുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണെന്ന്. ടേസ്റ്റ് ആണെങ്കിൽ പറയാനുമില്ല. നമ്മളൊരു ഓറഞ്ച് കേക്കിൻ്റെ ടേസ്റ്റില്ലേ, ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.
കഴിച്ചു.